നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ലോകത്തെ തന്നെ ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും വലുതായ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. NDA സർക്കാർ രൂപീകരണത്തിലേക്ക് നീങ്ങുകയാണ്. NDAക്കാണ് ഭൂരിപക്ഷമുള്ളത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം മോദി സർക്കാർ ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ള സൂചനകളൊക്കെ വരുന്നു. ഘടകകക്ഷികളുമായി ചർച്ചയൊക്കെ നടക്കുകയാണ്. കേരളത്തിന് മറ്റു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിൽ BJPക്ക് ഇതാദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു താമര വിരിഞ്ഞു. മുമ്പ് NDAക്ക് ഒരു വിജയമുണ്ടായിട്ടുണ്ടെങ്കിലും BJPക്ക് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വിജയമുണ്ടാവുന്നത്. നേരത്തെയും കഴിഞ്ഞ വർഷവും കേരളത്തിന് 2 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു. പക്ഷേ ആ 2 കേന്ദ്രമന്ത്രിമാരും പരാജയപ്പെട്ടു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും ആറ്റിങ്ങലിൽ V മുരളീധരനും പരാജയപ്പെട്ടു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചു. കേരളത്തിന് ഈ പുതിയ മന്ത്രിസഭയിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടോ എന്നുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. തിരുവനന്തപുരത്ത് നിന്നും പ്രദീപാണ് ചേരുന്നത്. ശ്രീ പ്രദീപ്, ഈ പുതിയ സർക്കാർ രൂപീകരണത്തിൽ കേരളത്തിന് പ്രതീക്ഷിക്കാൻ വകയുണ്ടോ? നമസ്കാരം. നമസ്കാരം. ഞങ്ങളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. കേട്ടില്ല. ഞങ്ങളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ താമര വിരിയൂല എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, കുറച്ച് സ്ഥിരം പ്രതികരിക്കണ സ്ഥിരമായി തെറി വിളിക്കണ കുറെ ടീമുകളുണ്ട്. തെറിയില്ല, സോറി. അപ്പൊ ഇനിയിപ്പോ താമര വിരിഞ്ഞ് ഇനിയിപ്പോ വേണ്ടത് എന്താണ് സാറേ? നമുക്ക് കേരളത്തിന് പ്രത്യേക പരിഗണന വേണം, അതല്ലേ? അല്ല, കേരളത്തിന് പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കേരളത്തിൽ താമര വിരിഞ്ഞു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. പക്ഷേ 2 കേന്ദ്രമന്ത്രിമാർ മത്സരിച്ചവർ 2 പേരും പരാജയപ്പെടുകയും ചെയ്തു. അല്ല, അവരാരെ ഇലക്ട് ജയിപ്പിച്ചതല്ലോ. അവർക്ക് യഥാർത്ഥം പറഞ്ഞ ജനങ്ങളായി വോട്ട്, അവരുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കൊടുത്ത വോട്ട് കൊണ്ട് ജയിച്ച ഒരേ ഒരാള് ഇപ്പൊ ശ്രീ സുരേഷ് ഗോപിയാണ്. അപ്പൊ എന്തായാലും ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ താമര വിരിഞ്ഞു. അപ്പോ വിരിയൂല എന്ന് പറഞ്ഞുകൊണ്ട് കടന്ന പല സഹാക്കന്മാർക്കും പലർക്കും ഇപ്പോ താമര വിരിഞ്ഞു എന്നതില് വിഷമം കാണും. എന്നിരുന്നാലും കുഴപ്പമില്ല, നിങ്ങൾ മാറിയിരുന്ന് കരഞ്ഞോളൂ. പിന്നെ കേരളത്തിന് വേണ്ട പരിഗണന തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ 11 സ്ഥലങ്ങളിലാണ് 1ാം സ്ഥാനത്ത് BJP വന്നിട്ടുള്ളത്. അതിന്റെ പശ്ചാത്തലത്തിലും അതുമാത്രമല്ല, BJPയിൽ ആദ്യമായിട്ട് ഇലക്ട് എടുത്ത സുരേഷ് ഗോപി സാർ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും താങ്കൾ പ്രതീക്ഷിക്കുന്നത് സുരേഷ് ഗോപിക്ക് ഒരു മുന്തിയ വകുപ്പിന്റെ ക്യാബിനറ്റ് പദവിയൊക്കെ ലഭിക്കും എന്നാണോ? സാർ, ഞാൻ ഇവിടെ ആദ്യത്തെ പ്രതികരണം ഇലക്ഷൻ കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ കോളിൽ ഞാനാണ് തോന്നുന്നത് ആദ്യത്തെ ആള്. ഞാൻ ഇവിടെ വെച്ച് പറയുന്ന സാർ വേണമെങ്കിൽ റെക്കോർഡിൽ വെച്ചോളൂ സെക്രട്ടറി. തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു MPമാരും ചെയ്യാത്ത കാര്യം ശ്രീ സുരേഷ് ഗോപി സാർ ചെയ്തിരിക്കും. അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കും. അദ്ദേഹം അത് വാങ്ങിയെടുത്തിരിക്കും. ഇതിന്റെ പശ്ചാത്തലത്തിൽ അടുത്തുള്ള കുറഞ്ഞത് 8-10 മണ്ഡലങ്ങളെങ്കിലും അടുത്ത തവണ പിടിക്കാൻ വേണ്ടിയുള്ള സകല കാര്യം. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ പ്രതീക്ഷ അങ്ങനെ. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രവിചന്ദ്രൻ പിള്ളയാണ്. ശ്രീ രവിചന്ദ്രൻ പിള്ള, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിന് ഈ പുതിയ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? 100% പല കാര്യങ്ങളും പ്രതീക്ഷിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് താല്പര്യമുണ്ടെങ്കിൽ ക്യാബിനറ്റ് പദവിയുള്ള ഒരു മന്ത്രിസ്ഥാനം കിട്ടും. അത് ഉറപ്പാണ്. കേരളത്തിൽ പുള്ളിക്ക് കിട്ടിയ ഒരു അവസരമാണ്. പുള്ളി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നും മറ്റാർക്കെങ്കിലും മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യതയുണ്ടോ? ഏതാ? മറ്റാർക്കെങ്കിലും കേരളത്തിൽ നിന്ന് മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യതയായി താങ്കൾ കാണുന്നുണ്ടോ? സാധ്യത കുറവാണ്. സുരേഷ് ഗോപിക്ക് കിട്ടും. പിന്നെ നമ്മളെ മുഖ്യമന്ത്രിക്ക് നല്ലൊരു സാധ്യതയുണ്ട്. കാരണം പറഞ്ഞാൽ കേസെല്ലാം എഴുതി തള്ളിക്കളയും. പുള്ളി ആദ്യം ഇലക്ഷൻ അടുപ്പിച്ചുള്ളൊരു ചൂടായിരുന്നു. ഇവർക്കൊരു സീറ്റ് കിട്ടാൻ വേണ്ടിയായിരുന്നു ED ഇറങ്ങിയതും ഈ ബാങ്കിന്റെയും മറ്റേ മാസപ്പടിയുടെ ഇതെല്ലാം കേസെല്ലാം ദുർബലമാവും. അതിന് ഒരു സംശയമില്ല. കാരണം അവരൊരു ഡീലിംഗ് ഉണ്ടായിരുന്നു തൃശ്ശൂര്. അവർക്കൊരു തൃശ്ശൂർ വോട്ട് കുറഞ്ഞത് കോൺഗ്രസിന്റേതാണല്ലോ. 87,000 വോട്ട് കുറഞ്ഞത് കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞെന്ന് പറയാൻ കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞത് നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ LDFന്റെ വോട്ട് അങ്ങനെ കുറഞ്ഞിട്ടുമില്ല. LDFന്റെ വോട്ട് കുറഞ്ഞു. LDFുകാര് കൊണ്ടുവന്ന് കോൺഗ്രസിന് കോൺഗ്രസ്സുകാര് കൊണ്ടുവന്ന് പിന്നെ പലവർക്കും കോൺഗ്രസിന്റെ വോട്ടും പോയിട്ടുണ്ട്. പക്ഷെ അവർക്ക് കൂടുതലും CPMന്റെ വോട്ട് BJPക്ക് പോയിട്ടുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. അതേ കണക്ക് തന്നെയാണ് തൃശ്ശൂരിലെ കണക്കുകൾ താങ്കൾ പറയുമ്പോൾ കണക്കുകളിൽ കാണുന്നത് അങ്ങനെയല്ല. കഴിഞ്ഞ തവണ LDFന് കിട്ടിയ വോട്ടിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലേക്ക് ഇത്തവണ കിട്ടിയിരുന്നു. കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വർക്കിംഗ് നല്ലോണം നടന്നില്ല. അവിടെ മുരളീധരൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ DCC പ്രസിഡന്റ് അധ്യക്ഷതയിലുള്ള DCC. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് പ്രതീക്ഷയുള്ളത്?
വിഷയം ഒന്നാണെങ്കിലും പലരും രണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. തൃശ്ശൂരും ചർച്ചയിൽ വന്നു. സ്വാഭാവികമാണല്ലോ, കേരളത്തിന്റെ പ്രതീക്ഷ വരുമ്പോൾ തൃശ്ശൂരും ചർച്ചയിലേക്ക് വരുമല്ലോ. അപ്പൊ അതിന്റെ ഒരു സമയം കൂടെ തരണം, ഒരു സെക്കൻഡ് 2 സെക്കൻഡ് കൂടെ തരണം. ശരി, തരാം. അപ്പൊ അതായത് നമ്മുടെ കേന്ദ്ര സർക്കാരിൽ കഴിഞ്ഞ 2 പ്രാവശ്യവും മൃഗീയമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു BJPക്ക്. സംശയമുണ്ടോ? ഇല്ലല്ലോ. മൃഗീയമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കാലത്ത് ചന്ദ്രശേഖർ അടക്കം നമ്മുടെ മുരളീധരൻ അടക്കം മന്ത്രിമാരുണ്ടായിരുന്നു. അവരിരുന്ന സമയത്ത് ഒന്നും ചെയ്തില്ല. സുരേഷ് ഗോപി ചെയ്യുമെന്നാണല്ലോ അദ്ദേഹത്തിന്റെ ആരാധകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു കാര്യം സമ്മതിച്ചു, പഴയ മന്ത്രിമാർക്ക് ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ മുരളീധരന് മന്ത്രിസ്ഥാനം കൊടുക്കത്തില്ലെന്ന് സുരേഷ് ഗോപി സ്നേഹിക്കുന്നവർ പറഞ്ഞും കഴിഞ്ഞു. അപ്പൊ കഴിവില്ലാത്ത മന്ത്രിയായിരുന്നു മുരളീധരൻ. മറ്റേ അദ്ദേഹത്തിന് കാരണം വേറെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ പണ്ട് പറയുന്ന ഓല കയ്യിലുണ്ട് എന്ന് പറയുന്ന നല്ല സാമ്പത്തികമുള്ളത് കൊണ്ട് ചന്ദ്രശേഖറിന് അവിടെ മന്ത്രിസ്ഥാനം കൊടുക്കാൻ BJP നിർബന്ധിതമാകും. സുരേഷ് ഗോപി ഇവിടെ ആദ്യമായി അക്കൗണ്ട് തുറന്നതുകൊണ്ട് അദ്ദേഹത്തിനും മന്ത്രിസ്ഥാനം കൊടുക്കും. എന്നാൽ മുരളീധരനോ അല്ലെങ്കിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ചന്ദ്രശേഖറോ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഒരു കാര്യവും ഈ സുരേഷ് ഗോപിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ശരി, എന്തായാലും നമ്മൾ വരാൻ പോകുന്ന മന്ത്രിക്ക് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ അദ്ദേഹം തെളിയിക്കട്ടെ. എന്തായാലും അങ്ങനെ ഒരു വിജയം നേടിയ ഒരാളാണല്ലോ. ആ വിജയം നേടിയ ഒരാളിന് ഇനി ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അദ്ദേഹം തെളിയിക്കേണ്ട ഒന്നാണ്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വരുന്ന മോദി സർക്കാരിലേക്ക് കേരളത്തിന് എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? കൂടുതൽ മന്ത്രിമാരെയൊക്കെ കിട്ടാനും മെച്ചപ്പെട്ട വകുപ്പ് കിട്ടാനും ഒക്കെ സാധ്യതയുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം സാറേ. ചരിത്രത്തിൽ ആദ്യമായിട്ട് താമര വിരിഞ്ഞു എന്ന് പറഞ്ഞാല് താമരയുടെ കക്ഷികൾ ഇതിന് മുമ്പ് ഇവിടെ വിരിഞ്ഞിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേരിട്ട് മറ്റേ NDAയുടെ PC തോമസ് ആയിരുന്നു. PC തോമസ് മൂവാറ്റുപുഴ 2004 ജയിച്ചിട്ടുണ്ട്. അത് ഞാൻ തുടക്കത്തിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. NDAക്ക് മുമ്പും പ്രാതിനിധ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ NDA ആണത്. ഇപ്പോഴും NDA ആണ്. ഇപ്പോഴും NDAയുടെ ഒരു അങ്ങനെയല്ല, BJP ആണ് മെയിൻ കക്ഷി. BJP BJPയുടെ താമര PC തോമസ് ജയിച്ചുകൊണ്ട് താമര വിരിയില്ലല്ലോ. ഇത് താമര ആദ്യമായിട്ടാണ് വിരിഞ്ഞത്, അതിൽ സംശയവുമില്ല. താമര വിരിയുന്നില്ല. മോദിക്ക് വേണ്ടി മോദിയുടെ ഘടകകക്ഷിയാണല്ലോ അത്. ഇപ്പൊ കോൺഗ്രസിന്റെ ഘടകകക്ഷി ജയിച്ച എല്ലാം കൂടെ കോൺഗ്രസ് വന്നാല് അതുകൊണ്ട് ഇതിനു മുമ്പ് അങ്ങനെ നമുക്ക് കണക്കൂട്ടാൻ കഴിയില്ലല്ലോ. നമ്മൾ PC തോമസ് ഇപ്പൊ നിൽക്കുന്ന പാർട്ടിയൊക്കെ അറിയാലോ. അതിന് ഒരു NDAയുടെ ഒരു വിശാലമായ ഭാഗമായിരുന്നതിനപ്പുറത്തേക്ക് അതിനെ അങ്ങനെ ഒരു BJPയുടെ വിജയമായോ NDAയുടെ വിജയമായിട്ടോ ഒന്നും കണക്കാക്കേണ്ട കാര്യമുള്ളതൊന്നുമല്ല. സാങ്കേതികമായി തന്നെ പറയാം എന്നതേ ഉള്ളൂ. സാർ അത് വിട്ടയ്ക്കണം. എനിക്ക് 2 കാര്യമായി പറയാനുണ്ട്. സാർ അത് വിട്ടയ്ക്കണം. ഈ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ പേഴ്സണലായിട്ട് അയാളൊരു നല്ല വ്യക്തിയാണ്. എനിക്ക് നല്ലൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തിയാണ്. അയാൾക്ക് ഒന്നും വെട്ടിക്കണ്ട, പറ്റിക്കണ്ട, ചതിക്കണ്ട. ശശി തരൂരിനെ പോലെയാണ്. ഒന്നും വെട്ടിക്കണ്ട. കിട്ടുന്നതെല്ലാം അവിടെ ചെലവാക്കും. കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ചെലവാക്കും. ഇങ്ങനെ ഒരു വ്യക്തിയാണ്. അപ്പൊ ജനത്തിന് അയാൾ വലിയ ഇഷ്ടമാണ്. കാരണം 3-4 പ്രാവശ്യത്തിൽ നിന്ന് കഷ്ടപ്പെട്ടു. ഇവിടെ രാജഗോപാലിന്റെ സഹതാപം കൊണ്ട് കൊടുത്ത പോലെ ജനങ്ങളെല്ലാം കൊണ്ട് അവിടെ അല്ല കോൺഗ്രസ്സുകാരെ വോട്ട് പറിച്ചു എന്ന് പറയാൻ പറ്റില്ല. ജനങ്ങൾ അയാൾക്ക് വോട്ട് കൊടുത്തു. അതിന് ഇടതുപക്ഷത്തിന്റെയും വന്നിട്ടുണ്ട്. വെറും കോൺഗ്രസിന്റെ മാത്രമല്ല, അവരുടെ കണക്കൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇടതുപക്ഷത്തിന്റെയും വന്നിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത് തൃശ്ശൂരിന് എന്തെങ്കിലും നല്ലത് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. സുരേഷ് ഗോപി ആയതുകൊണ്ട് തൃശ്ശൂരിന് നല്ലത് പ്രതീക്ഷിക്കാം. അതുവഴി BJPക്ക് കേരളത്തിൽ എന്തെങ്കിലും ഒരു ഹാൻഡ് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. ഒരു വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്. മുഹമ്മയിൽ നിന്ന് തങ്കച്ചനാണ്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരളത്തിന് കൂടുതലായി എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ വകയുണ്ടോ? സാറേ, പ്രതീക്ഷിക്കാൻ വകയുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതേപ്പറ്റി പിന്നെ സുരേഷ് ഗോപിയുടെ വിജയത്തെ പറ്റി പറയുമ്പോൾ ഞാൻ ആദ്യം ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നത് പത്മജ വേണുഗോപാലിനാണ്. കാരണം പത്മജ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞു, BJPയിലേക്ക് പത്മജ പോയപ്പം പത്മജ പറഞ്ഞു, ചേട്ടാ എനിക്ക് പറ്റിയ അബദ്ധം അല്ലെങ്കിൽ എന്നെ തോപ്പിച്ചവർ ചേട്ടനെ തോപ്പിക്കും എന്ന് പച്ചയായിട്ട് പത്മജ പറഞ്ഞതാണ്. സാറ് കേട്ടതാണല്ലോ അത്. കേട്ടതൊക്കെയാണ്. പക്ഷേ ഈ പത്മജ എത്രത്തോളം മുരളീധരനെ വിശ്വസിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമൊക്കെ ഇല്ലേ? അവർ തമ്മിലുള്ള മുൻകാല ബന്ധവും അവർ തമ്മിൽ രാഷ്ട്രീയത്തിൽ പരസ്പരം പോരടിച്ചതും ഒക്കെയുള്ള കഥകളില്ലേ? സാറേ അല്ല സാറേ, ഞാൻ പറയുന്നത് പത്മജയെ കോൺഗ്രസ്സുകാരി എങ്ങനെ തൃശ്ശൂര് കാലുവാരി അതുപോലെ തന്നെ ചേട്ടനെ കാലുവാരു എന്ന് പറഞ്ഞതാണ് അവര്. പത്മജ പറഞ്ഞതാണ്. അത് യാഥാർത്ഥ്യം ആയിട്ട് അത് സംഭവിച്ചു. ഈ പത്മജയെ കോൺഗ്രസ്സുകാർ കാലുവാരികൊണ്ടാണ് തോറ്റെന്നൊക്കെ പറയാൻ കഴിയും. പത്മജ പരമ്പരാഗതമായി തന്നെ കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്ന ചാലക്കുടി പോലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ, തൃശ്ശൂർ പോലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ, ചാലക്കുടിയിലൊക്കെ ആര് നിർത്തിയാലും അന്ന് ജയിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അവിടെയൊക്കെ നിർത്തി പരാജയപ്പെട്ട ഒരാളെ കോൺഗ്രസ്സുകാർ കാലുവാരികൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം നിൽക്കുമോ? സാറേ, അവർ പരാജയപ്പെട്ടു കഴിഞ്ഞ് അവര് KPCCക്ക് രേഖാമൂലം പരാതിപ്പെട്ടു. ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. KPCC അന്വേഷിച്ചോ?
ഇപ്പൊ മുരളീധരന്റെ അന്വേഷിക്കുമെന്ന് പറഞ്ഞു. എന്ത് അന്വേഷണം സാറേ? മുരളീധരന്റെ കാര്യവും പത്മജയുടെ കാര്യവും നമുക്ക് ഒരേപോലെ എടുക്കാൻ കഴിയില്ല. മുരളീധരൻ അങ്ങനെ രണ്ടുപേരും രണ്ട് തരത്തിലുള്ള ആളുകളാണ്. മുരളീധരൻ വിജയങ്ങളൊക്കെ നേടുകയും കോൺഗ്രസിന് വേണ്ടി വലിയ റിസ്ക് എടുത്തിട്ടുള്ള ആളല്ലേ. പത്മജ സൗകര്യങ്ങൾ മാത്രമല്ല നേടിയിട്ടുള്ളൂ. അങ്ങനെ പറയണ തിരുവനന്തപുരത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്നെ ഒ രാജഗോപാൽ വിജയിക്കാൻ കാരണം എന്താ? അവിടെ കോൺഗ്രസിന്റെ വോട്ട്, അവിടെ ബിജെപിയുടെ വോട്ട്, ബിജെപിയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ വേണ്ടി മുരളീധരന്റെ സ്ഥാനാർത്ഥി നിർണായകമായിരുന്നല്ലോ. അല്ല, അതിനു മുമ്പ് കോൺഗ്രസിന്റെ വോട്ട് തെരഞ്ഞെടുപ്പില് മുരളീധരൻ അല്ലല്ലോ മത്സരിച്ചത്. അല്ല, അന്ന് പിന്നെ സുരേന്ദ്രൻ പിള്ള. അതെ, അവിടെ അതിന് മുരളീധരൻ എന്താണ് ബന്ധം? അല്ല, സുരേന്ദ്രൻ പിള്ള ജയിച്ചപ്പോൾ കോൺഗ്രസ്സുകാരി ഒ രാജഗോപാലിന് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞ പോലെ ഇവിടെ പിന്നെ സുരേഷ് ഗോപിക്ക് കോൺഗ്രസിന്റെ വോട്ട് പോയി. 86,000 വോട്ടാ കോൺഗ്രസിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവിടെ ഇവിടെ 16,000 വോട്ട് ഇടതുപക്ഷത്തിന് കൂടുകയും ചെയ്തു. അതെ, ഇതാണ് കണക്ക്. 16,000 വോട്ട്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് പോകണം. സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. തൃശ്ശൂരുകാരനായ സുരേന്ദ്രന് ചിലപ്പോൾ കൂടുതൽ പ്രതീക്ഷകൾ കാണും. എന്താണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? കേരളത്തിന് കൂടുതൽ മന്ത്രിസ്ഥാനവും മെച്ചപ്പെട്ട വകുപ്പുകളും ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ? നമസ്കാരം സാറേ. നമുക്ക് പ്രതീക്ഷയാണെന്നല്ലോ പറഞ്ഞില്ല. അപ്പൊ കേരളം ഇത്ര നാള് പ്രതീക്ഷിച്ചത് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം നമുക്ക് കേരളം പ്രതീക്ഷിച്ചത് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ സുരേഷ് ഗോപി അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രിയാണെങ്കിൽ അദ്ദേഹം രാജഗോപാലൻ സാറിനെ മാതൃകയാക്കുകയാണ് വേണ്ടതെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് ഈ രാജഗോപാൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് മറ്റുള്ള ഭാഗങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. അദ്ദേഹം നല്ല കേരളത്തിന് വേണ്ടി ഏറ്റവും നന്നായി ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ മാതൃകയാക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ സുരേഷ് ഗോപി സാറ് എനിക്ക് തോന്നുന്നത് ഇന്നലെ മിനിഞ്ഞാന്നുകൊണ്ട് ഒരു ചാനലില് അഭിമുഖത്തിൽ പറഞ്ഞു, എയിംസിന് വേണ്ടി കേരള മുഖ്യമന്ത്രിയാണ് തടസ്സം എന്ന് പറഞ്ഞു. അത് ശരിയല്ല. കാരണം ഇതിനു മുന്നേ കുറെ പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ ലെറ്ററും അതുപോലെ നമ്മുടെ കേരളത്തിന്റെ ആവശ്യത്തിന് എത്രയോ പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അത് AKRയുടെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും VS ആയിരുന്നപ്പോഴും പിന്നീട് ഉമ്മൻചാണ്ടി വന്നപ്പോഴും ഇപ്പോഴത്തെ പിണറായി സർക്കാരും ഒക്കെ പലതവണ ആവശ്യപ്പെട്ടതാണ്. എന്തായാലും അത് ഇപ്പോഴും നമുക്ക് ലഭ്യമായിട്ടില്ല. കേരളം ആവശ്യപ്പെടാണ്ട് മുഖ്യമന്ത്രി അതിന് തടസ്സം നിന്നിട്ടല്ല, അത് അദ്ദേഹം കൊണ്ടുവരണം. കാരണം ഈ തൃശ്ശൂരിന് വേണ്ടി കണ്ടമാനം കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മൾ പ്രതീക്ഷ സ്വാഭാവികമായും അങ്ങനെ ഒരു എയിംസ് കൊണ്ടുവരാൻ സുരേഷ് ഗോപി കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതും കേരളത്തിന് ഗുണകരമായ ഒന്ന് തന്നെയായിരിക്കും. അത് സംശയമൊന്നുമില്ല. ദീർഘകാല ആവശ്യങ്ങളൊക്കെ ഒരാൾ വരുമ്പോൾ നേടിയെടുക്കാൻ കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും നേട്ടം തന്നെയായി മാറും. മറ്റു പ്രേക്ഷകരുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും റോയി ആണ്. ശ്രീ റോയി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിന് വലിയ പ്രതീക്ഷകൾക്കുള്ള വകുപ്പുണ്ടോ? എനിക്ക് തീരെ പ്രതീക്ഷകളില്ല. കഴിഞ്ഞ 10 വർഷം നമുക്കൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഈ പ്രാവശ്യം ഇതിൽ കിട്ടുമെന്ന് തീരെ പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. ശരി, മറ്റു പ്രേക്ഷകരുണ്ട്. ദുബായിൽ നിന്നും അബ്ദുൾ റഹ്മാനാണ്. ശ്രീ അബ്ദുൾ റഹ്മാൻ, താങ്കൾക്ക് ദുബൈയിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് താങ്കളുടെ നാടിനെ കുറിച്ചുള്ള പ്രതീക്ഷ? നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം BJPയുടെ സഹമന്ത്രിമാർ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഉണ്ടായെന്ന് അറിയുന്നത് വിദേശത്ത് എവിടെയെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ആ സമയത്ത് മാത്രമാണ് അറിയപ്പെടുന്നത്. കാരണം അവിടെയുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളത് അത് കൊണ്ടുവന്നേ പറ്റുള്ള രീതിയിൽ. എന്നതുപോലെ ഇപ്പം സുരേഷ് ഗോപി ഇപ്പൊ ഏതായാലും ഡ്രൈവർക്ക് ഫസ്റ്റിൽ തന്നെ കൈനീട്ടം കൊടുത്തു കഴിഞ്ഞു. ഇനി ഏതായാലും അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ ആഭ്യന്തരമന്ത്രിയുടെ സഹ ആഭ്യന്തരമന്ത്രിയാക്കിയിട്ട് എടുക്കണം എന്നാണ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്ക് കേരളത്തിലുള്ളവരോട് കുറച്ച് കണക്ക് തീർക്കാനുണ്ട് അദ്ദേഹത്തിന്. കാരണം പറഞ്ഞാൽ കണക്ക് തീർക്കലിലും പ്രതികാരവും അതിന് ഏറ്റവും മിടുക്കനാണ് നമ്മൾ സുരേഷ് ഗോപി. അത് താങ്കളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം പല ന്യൂസുകളിലും വന്നതാണ്. അദ്ദേഹത്തിന്റെ സഹായത്തിനായിട്ട് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനല്ലല്ലോ ചെയ്തത്, നിങ്ങൾക്കൊന്നും എന്നെ വേണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള ആളെ എന്തോ ഒരു അബദ്ധവശാല് കേരളത്തിൽ നിന്ന് ജയിച്ചു പോയി. പക്ഷെ എങ്കിൽ നേരത്തെ ഒരാൾ പറഞ്ഞു ഈ താമര വിരിയില്ല. കാരണം അതിനെ കോൺഗ്രസ്സുകാർ കേരളത്തിൽ താമര വിരിയിക്കും. ആ താമരയെ മുരടോടെ അങ്ങ് വലിച്ചു പൊട്ടിച്ച് കളയാനായിട്ട് CPM-കാർ തന്നെ LDF തന്നെ വേണം. അതാണ് തിരുവനന്തപുരത്ത് സംഭവിച്ചത്. അത് തന്നെയായിരിക്കും ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. ശരി, എന്തായാലും താങ്കൾ അങ്ങനെ അഭിപ്രായം പറയുന്നു. നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് പോവാം. എബ്രഹാം ആണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ എബ്രഹാം, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പുതിയ മന്ത്രിസഭ വരുമ്പോൾ കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു BJPക്ക് പ്രതിനിധി ഉണ്ടായിരിക്കുന്നു കേരളത്തിൽ. പക്ഷേ മറുഭാഗത്ത് ആലോചിച്ച് നോക്കുമ്പോൾ 2 കേന്ദ്രമന്ത്രിമാർ മത്സരിച്ചവർ 2 പേർ പരാജയപ്പെട്ടു. ഏത് തരത്തിൽ വേണമെങ്കിലും BJP കേന്ദ്ര നേതൃത്വത്തിന് കേരളത്തിന്റെ വിജയത്തെയും പരാജയത്തെയും ഒക്കെ എടുക്കാം. എങ്ങനെയാണ് കേരളത്തിന്റെ പ്രതീക്ഷകൾ? കേരളത്തിന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കേരളം പട്ടിണിയിലോട്ട് പോവുകയാണ്. ഇവിടുത്തെ കർഷകർക്ക്
പിന്നെ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, മരച്ചീനി പോലും ഇട്ട് തിന്നാൻ പറ്റുന്നില്ല. പന്നിശല്യം കൊണ്ട് കേരളം മുഴുവൻ പത്തനംതിട്ട പ്രത്യേകിച്ച് പട്ടി പന്നി ഈ രണ്ട് ജന്തുക്കളെ കൊണ്ട് ഇവിടെ പൊറുതിമുട്ടിയിരിക്കുക. കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, ഒരു രീതിയിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇന്നലെ 1 കിലോ ചേന വാങ്ങിച്ചിട്ട് 100 രൂപ ആയി. അതെ, 25 രൂപയിൽ 100 രൂപ ആയി. 4 ഇരട്ടി വില കൂടി. സാധനങ്ങൾക്കെല്ലാം വില കൂടി. നേരത്തെ താങ്കൾ ചേനയൊക്കെ കൃഷി ചെയ്തിരുന്ന ആളാണോ? അതെ, ചേനയും കപ്പയും വാഴയും കൃഷി ചെയ്ത ചേനക്കൊക്കെ കിലോയ്ക്ക് എന്ത് കിട്ടുമായിരുന്നു? പിന്നെ ചേന 25 രൂപ കിലോ ആയിരുന്നു. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. കർഷകന് വില കിട്ടില്ല, വിപണിയിൽ നിന്ന് വാങ്ങണമെങ്കിൽ വലിയ വില കൊടുക്കണം. എന്തായാലും നമ്മുടെ വിഷയം അതല്ല. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോകാം. അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പുതിയ കാലാവസ്ഥയിൽ, പുതിയ രാഷ്ട്രീയ ഫലങ്ങളിൽ കേരളത്തിന് പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും വകയുണ്ടോ? അല്ല, ഇദ്ദേഹം മുമ്പോട്ട് വെച്ചിരിക്കുന്ന ആ വിഷയം കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് താമര വിരിഞ്ഞ് നമുക്ക് കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ, എത്ര മന്ത്രിമാർ കിട്ടുന്നോ, ഇതൊക്കെയാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. ഒരാകാംക്ഷ എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് മന്ത്രിമാർ വേണോ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്താൻ? അതൊന്ന്. രണ്ടാമത്, നമുക്ക് ഏറ്റവും അധികം ഒരു സേ ഉണ്ടായിരുന്ന കാലത്ത് നമുക്ക് അതിൻ്റെതായ ഒരു വിഹിതം കേരളത്തിന് കിട്ടിയിട്ടുണ്ടോ? അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 20 എംപിമാർ ഇവിടെ കേരളത്തിൽ നിന്ന് പോയി. നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയോ? അതൊരു ഇഷ്യൂ, അത് മാറ്റി നിർത്താം. രാജീവ് ഗാന്ധിയുടെ ആകസ്മിക മരണത്തിന് ശേഷം മിസ്റ്റർ റാവുവിനെ അന്ന് പ്രധാനമന്ത്രിയാക്കാൻ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച കെ കരുണാകരനാണ്. ഉദാരവൽക്കരണത്തിന്റെ നാളുകൾ, ലോകത്ത് നിന്ന് മുഴുവൻ വ്യവസായ സ്ഥാപനങ്ങൾ ഇന്ത്യയിലേക്ക് വന്ന ഒരു നാളുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മൾ അംബാസിഡറും സിഎറ്റും ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ എന്തായാലും നമ്മുടെ മന്ത്രിമാർ പോയവരാരും ഒന്നും നൽകിയിട്ടില്ല എന്നും നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ പൂർണ്ണമായും നമുക്ക് പറയാൻ കഴിയില്ല. ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിൽ നിന്ന് പോയ മന്ത്രിമാരൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ചിലർക്ക് ആ തരത്തിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ഉള്ളൂ. പൂർണ്ണമായും ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് നമ്മൾ തള്ളിക്കളയുന്നത് അതൊരു വസ്തുതകളെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രാജേഷാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ രാജേഷ്, കടുത്ത ഒരു മത്സരം നടന്ന ഒരു സ്ഥലം കൂടിയാണല്ലോ ആലപ്പുഴ. അപ്രതീക്ഷിതമായി ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റമൊക്കെ ഉണ്ടായ ഒരു സ്ഥലം കൂടി. എങ്ങനെയാണ് ഈ പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കേരളത്തിന് എന്ത് പ്രതീക്ഷിക്കാം? തൃശ്ശൂരിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ ധീവരസഭയുടെ ഒരു സ്വാധീനം ഈ പ്രതാപനെ മാറ്റിയിൽ നിന്നുണ്ടായിട്ടുണ്ടോ എന്നൊരു അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നുന്നതായിട്ട് അങ്ങനെ പൊതുവേ ഒരു അഭിപ്രായം വന്നു കണ്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ഈ ആലപ്പുഴയിൽ എന്താണ് സംഭവിച്ചത്? ആലപ്പുഴയിലല്ലേ പൊതുവെ ഈ മൊത്തത്തിൽ കേരളത്തിലുണ്ടായതിന്റെ ഒരു പിന്നെ ബി.ജെ.പിക്ക് ഉണ്ടായ ഒരു പിന്നെ വോട്ട് കൂടുതലുണ്ടായത് ആലപ്പുഴയിൽ മൊത്തത്തിലുണ്ടായതിനേക്കാൾ കൂടുതൽ വർധനവുണ്ടായത് ആലപ്പുഴയിലും മാറ്റിങ്ങിലും ഒക്കെ ആണല്ലോ. അതെ, ആലപ്പുഴയിലും എല്ലാം പൊതുവായത്. ഇതിപ്പം കേന്ദ്ര സർക്കാരിൽ ഇനിയിപ്പോ സുരേഷ് എന്ത് ചെയ്തെടുക്കാമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വളരെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ശരി, ഓക്കെ. നമുക്ക് മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് പറയാം. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. പിന്നെ ഇവിടെ ഒരു കേരളത്തിലൊരു മന്ത്രി ഉണ്ടായിരുന്നു അവിടെ കേന്ദ്രത്തില്, മുരളീധരൻ സാർ എന്നതിനൊക്കെ പേര്. അദ്ദേഹം ഉണ്ടായിട്ട് അവിടെ കോവിഡ് കാലത്ത് കൊടുത്ത അതിന്റെ കാശടക്കം വരെ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു ഗതികേട് ഇവിടെ കേരള സർക്കാരിനുണ്ടായി. ഇനിയിപ്പോ നമ്മളെ ജയിച്ച താമര വിരിച്ചു എന്നൊക്കെ പറയുന്ന ജയിച്ച സുരേഷ് ഗോപി സാറ് വരികയാണെങ്കിൽ ഒക്കെ വല്ലതും കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. അദ്ദേഹത്തിന് പറഞ്ഞാൽ മനസ്സിലാവും. ആ മറ്റാളുണ്ടായിട്ട് ഒരു 5 പൈസന്റെ ഗുണം കിട്ടിയിട്ടില്ല, ഇന്നത്തെ കിട്ടൂല. അപ്പൊ നമ്മളൊക്കെ അത് കരുതിനോ കിട്ടണ ഇന്ത്യ പിന്നെ മുന്നണി വരും എന്നൊക്കെ കരുതിനോ, അതൊന്നും ആയില്ല. ഇനി വരികയാണെങ്കിൽ ഒക്കെ വല്ലതും കിട്ടും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നുണ്ട് സാറേ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ആര്യനാട് നിന്നും ശ്രീകുമാറാണ്. ശ്രീകുമാർ, താങ്കൾ എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? സാറേ, ഒരു സംശയം പറഞ്ഞോളൂ. ഇത് താമര കേരളത്തിൽ ആദ്യമായിട്ടാണ് അക്കൗണ്ട് വരികയെന്നാണ് ഇപ്പം സാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, അത് അങ്ങനെ ശരിയാവില്ല സാറേ. അതെന്താ ശരിയാവാത്തെ? ഇത് പന്തളം നഗരസഭയും പാലക്കാട് നഗരസഭയോ ഭരിക്കാനാണ് സാറേ. അത് താമരയല്ലേ ഭരിക്കുന്നത്? ലോക്സഭയെ കുറിച്ചല്ലല്ലോ പറഞ്ഞു, നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോക്സഭയെ കുറിച്ചല്ലേ. ആ സമയത്ത് നിയമസഭാ കാര്യങ്ങളോ പന്തളം നഗരസഭയും പാലക്കാട് നഗരസഭയും കറക്റ്റ് ആണ് അതല്ലല്ലോ നമ്മുടെ വിഷയം. അങ്ങനെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും അതോടൊപ്പം തന്നെ പഞ്ചായത്തിലും ഒക്കെ എത്രയോ തവണ വിരിഞ്ഞിട്ടുണ്ട്. അതല്ലല്ലോ നമ്മുടെ വിഷയം. ലോക്സഭയിൽ ആദ്യമായിട്ടാണ് ചർച്ച ചെയ്യുമ്പോൾ
കേൾക്കുമ്പോ ആദ്യമായിട്ട് താമര വരികയാണെന്ന് കേൾക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് നമ്മൾ വാക്കുകൾ പിടിച്ചില്ലല്ലോ. സാമാന്യ ധാരണയുള്ള ഏത് മനുഷ്യനും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ സീറ്റ് ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞ പറ്റാ പോരെ. നിയമസഭയിൽ പോരാജാവലി ജയിച്ചു. അങ്ങനെയല്ലല്ലോ. എനിക്കും താങ്കൾക്കും വളരെ കൃത്യമായി തന്നെ അറിയാം, കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് BJPക്ക് വിജയമുണ്ടാവുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താമര വിരിയുന്നത് ആദ്യമായിട്ടാണ്. ആ വിഷയം പറയുമ്പോൾ ഞങ്ങൾ പഞ്ചായത്തിൽ വിരിയിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നിയമസഭയിൽ വിരിയിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന അർത്ഥമുണ്ടോ? പന്തളവും പാലക്കാടും ഒക്കെ കേരളത്തിലുള്ള സ്ഥലങ്ങളല്ലേ. അതല്ലല്ലോ ഇവിടെ ചർച്ചാ വിഷയം. താങ്കൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവാത്തതാണോ, അതോ താങ്കൾ ആ തരത്തിലേക്ക് പ്രതികരിക്കുന്നതാണോ? ഇങ്ങനെ പറയും. ഇങ്ങനെ ഇപ്പൊ കേട്ടുകൊണ്ടൊരു വിഷമം കൊണ്ട് വിളിച്ചാണ് ഇപ്പൊ ശ്രീകുമാറായിരുന്നു എഴുതി കാണിക്കുക സാർ. താങ്കളുടെ പേര് തന്നെയല്ലേ ശ്രീകുമാറായിരുന്നു? വിരിഞ്ഞിരുന്നാലും കേന്ദ്ര ഇലക്ഷന് വിരിഞ്ഞിരുന്നാലും നിയമസഭയിൽ വിരിഞ്ഞിരുന്നാലും മുനിസിപ്പാലിറ്റി വിരിഞ്ഞാലും താമരയല്ലേ സാറേ. നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോക്സഭയെ കുറിച്ചല്ലേ? പിന്നെ സുരേഷ് ഗോപി സാർ ചെയ്യുകയോ ഇല്ലെന്ന് സുരേഷ് ഗോപി സാറിന് MP ആവണതിന് മുമ്പേയും ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സാറിന് പറയാം, എനിക്കും അറിയാം. അപ്പൊ താങ്കൾക്ക് എന്താണ് പ്രതീക്ഷ? വേറെ പഞ്ചായത്തിൽ വിരിഞ്ഞ കാര്യമല്ലല്ലോ, ഇപ്പോഴത്തെ കാര്യത്തിൽ എന്താണ് പ്രതീക്ഷ? വിരിഞ്ഞ സുരേഷ് സാർ 100% സക്സസ് ആണ്. ഈ തിരുവനന്തപുരത്ത് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നോ വിജയമെന്ന്? ഒരു ലെയറിന്റെ സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പൊ ഇത്രയും നാൾ നമ്മൾ വോട്ട് ചെയ്തു, പാഴായി പോയി. ഇപ്പം ജയിച്ചു എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരു നിശ്ചിതമായ വോട്ടിന് തോറ്റും പോയി. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോകാം. കണ്ണൂരിൽ നിന്നും ശ്രീദാസനാണ്. ശ്രീദാസൻ, താങ്കൾക്ക് എന്താണ്, കേരളത്തിൽ എന്ത് പ്രതീക്ഷിക്കണം എന്നാണ് താങ്കൾ കരുതുന്നത്? കേരളത്തിൽ ന്യായമായിട്ടും ഒരു ക്യാബിനറ്റ് റാങ്ക് ഉള്ള മന്ത്രി ഉണ്ടാണ്ടല്ലേ കാര്യം ഇത്രയും പ്രതീക്ഷയോട് കൂടി സുരേഷ് ഗോപിനെ ജനങ്ങളോടെ കാത്തു. ഈ സുരേഷ് ഗോപിക്ക് ശരിക്കും പറഞ്ഞാല് ഈ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇടതുപക്ഷത്തിന്റെ വോട്ടൊന്നും ചോർന്നിട്ടില്ല. ഇടതുപക്ഷത്തിന് 10-14,000 വോട്ട് കൂടുതലായത്. ഈ ക്രിസ്ത്യൻ വോട്ട് ഒരു വിഭാഗം പരമ്പരാഗതമായി കോൺഗ്രസ് ചെയ്യുന്ന വോട്ട് തിരിച്ചു ചെയ്തു. പിന്നെ പ്രതാപന്റെ കെയർ ഓഫിൽ ആ തീരപ്രദേശങ്ങളിൽ കുറച്ച് വോട്ട് പ്രതാപനം മറിച്ചു. അതുപോലെ ആറ്റിങ്ങിലൊക്കെ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ ഉറപ്പായിട്ടും BJPക്ക് 2 സീറ്റ് കേരളത്തിൽ ഉണ്ടാവുമായിരുന്നു. ഒരു ക്യാബിനറ്റ് പദവി ഇപ്പം കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ തന്നെ സുരേഷ് ഗോപി 2 കൊല്ലത്തേക്ക് പുള്ളിക്ക് സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാറണമെന്നല്ലേ പറയുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ വീണ്ടും മറ്റേ 2 സഹമന്ത്രിമാർ എന്തായാലും ഉണ്ടാവുന്ന പ്രതീക്ഷ ഇപ്പം താൽക്കാലികം നമുക്ക്. ശരി, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകാം. സുരേന്ദ്രൻ പിള്ളയാണ് പത്തനാപുരത്ത് നിന്നും. ശ്രീ സുരേന്ദ്രൻ പിള്ള, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് വീണ്ടും ഒരു മോദി സർക്കാർ കേന്ദ്രത്തിലേക്ക് വരുന്നു. കേരളത്തിൽ ആദ്യമായി BJPക്ക് ലോക്സഭയിൽ ഒരു അംഗം ഉണ്ടാവുന്നു. നേരത്തെ NDA മാത്രമാണ് ജയിച്ചിട്ടുള്ളത്. മറ്റ് മന്ത്രിമാരൊക്കെ നേരത്തെ മലയാളികളായിട്ടുള്ളവർ ഇപ്പോഴും ഉണ്ടായിരുന്നു. 2 മന്ത്രിമാർ മത്സരിക്കുകയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്തു. എന്നാലും കേരളത്തിന് എന്ത് പ്രതീക്ഷിക്കാം? നമ്മളിപ്പോ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ ഫണ്ട് കേരളത്തിന്റെ വികസനം തരിക എന്നുള്ളതാണ്. അതെ. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച എന്ന് പറയുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കേരളത്തിന് കൊടുക്കുന്നില്ല എന്നുള്ള പ്രശ്നമായിരുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് അനുവദിക്കേണ്ട എല്ലാ വികസന പ്രവർത്തനങ്ങളും തടസ്സം നിർത്തി ജനങ്ങളുടെ മുന്നിൽ ഈ കേരളത്തിലെ ഗവൺമെന്റിനെ മോശപ്പെടുത്തി കാണിക്കുന്ന ഒരു അവസ്ഥ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരിക്കുന്ന BJP നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് മൊത്തത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ആവശ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത സംരക്ഷിക്കാൻ വേണ്ടി സുരേഷ് ഗോപി എന്ന MPക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. കാരണം തൃശ്ശൂർ മാത്രമല്ല, കേരളത്തിൽ നിന്ന് BJPയുടെ നേതാക്കന്മാരായിട്ട് ഒരുപാട് പേര് കേന്ദ്രത്തിലും മറ്റ് ഭരണകർത്താക്കളായിട്ടുണ്ട്. ഇപ്പം CB അനന്തബോസ് ഗവർണറായി. ശരി, താങ്കൾ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്. എറണാകുളത്ത് നിന്നും അരുണാണ്. അരുൺ, താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? സാർ, ഞാൻ പറഞ്ഞത് ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം പറയണ്ടായിരുന്നു കേരളത്തിന് കേന്ദ്രത്തിൽ നിന്നൊന്നും തന്നില്ല. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കാം. പക്ഷേ ഹലോ, താങ്കൾ പറഞ്ഞോളൂ. അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കാം, അതിന് തെറ്റില്ല. പക്ഷേ ഇതിനു മുമ്പ് UPA ഭരിക്കുന്ന സമയത്ത് 8 കേന്ദ്രമന്ത്രിമാര് കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. അതും പ്രധാനപ്പെട്ട ക്യാബിനറ്റ് റാങ്കിൽ AK ആന്റണിയും വയലാർ രവിയും എല്ലാം. എന്തായിരുന്നു അന്ന് കേരളത്തിന് കിട്ടിയിരുന്നത്? അന്ന് AK ആന്റണി ഭരിക്കുമ്പോ നമുക്കറിയാം ഏഴുമലയിൽ ഒരു നാവിക അക്കാദമി വന്നു. അതല്ലാതെ വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെ പറയാൻ കഴിയില്ല. AK ആന്റണി ഭരിക്കുമ്പോൾ ഏഴുമലയിൽ നാവിക അക്കാദമിയും തിരുവനന്തപുരത്ത് ബ്രഹ്മോസും കേരളത്തിന്റെ നിർണായകമായ പല ആവശ്യങ്ങൾക്കും നിർണായകമായ ഇടപെടലുകൾ ആന്റണിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കൊച്ചി മെട്രോയുടെ സമയത്തൊക്കെ ആണെങ്കിലും അത് ഡൽഹി മെട്രോ ഏറ്റെടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും അത്ര ഇടപെടലുകളും വലിയ നേട്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായ നേട്ടങ്ങളെ നമുക്ക് മറച്ചു വെക്കാനൊന്നും കഴിയില്ല. ഞാൻ സമ്മതിക്കുന്നു, ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല. പക്ഷെ ഈ മന്ത്രിസഭ, കേന്ദ്രത്തിൽ ഈ മന്ത്രിസഭ വന്നതിന് ശേഷം ഒന്നും തന്നില്ല. ഇപ്പൊ തന്നെ അറിയാം, മംഗലാപുരത്ത് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോരുമ്പോ ഈ പറയുന്ന നമ്മുടെ 6 വരി പാത
ഒന്നും തന്നില്ല എന്നുള്ളതല്ല അദ്ദേഹം പറഞ്ഞ ഒരു വിഷയം. കേരളത്തിന്റെ പല മേഖലകളിലുള്ള വിഹിതം അർഹമായ വിഹിതം കിട്ടുന്നില്ല എന്നുള്ള വിഷയം നേരത്തെ തന്നെ പലപ്പോഴും ചർച്ച ചെയ്ത് അതാണ്. അല്ലാതെ ഒന്നും തന്നില്ല എന്ന അർത്ഥത്തിലല്ല അദ്ദേഹം പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെ നുണയല്ലേ സാറേ? ഈ നിർമ്മലാ സീതാരാമൻ വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും എന്തായാലും തൽക്കാലം അതല്ല നമ്മുടെ വിഷയം. അത് നുണയാണ് എന്ന് പറയാൻ കഴിയില്ല. കോടതി തന്നെ അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പുനഃപരിശോധിക്കണമെന്നുള്ള നിർദ്ദേശമൊക്കെ കൊടുത്തതാണ്. എന്തായാലും നമുക്ക് ഇതിന്റെ സമയം അവസാനിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ താങ്കളെ തുടർന്നുള്ളത് കൂടി കേൾപ്പിക്കാൻ കഴിയാതെ പോകുന്നത്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതീക്ഷകളൊക്കെയാണ് പങ്കുവച്ചത്. പ്രത്യേകിച്ച് കേരളത്തിൽ സുരേഷ് ഗോപിയുടെ വിജയത്തോടുകൂടി BJPയുടെ ഭാഗത്തു നിന്ന് കേന്ദ്ര മന്ത്രിസഭയ്ക്കുണ്ടായാൽ മെച്ചപ്പെട്ട ഒരു ക്യാബിനറ്റ് വകുപ്പും അതോടൊപ്പം തന്നെ കൂടുതൽ സഹായമൊക്കെ കേരളത്തിന് ലഭിക്കും. എയിംസ് അടക്കമുള്ള കേരളത്തിന്റെ ദീർഘകാല ആവശ്യങ്ങളിൽ തീരുമാനം ഉണ്ടാവും എന്നടക്കമുള്ള വലിയ പ്രതീക്ഷകൾ പങ്കുവച്ച പ്രേക്ഷകരുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല, പഴയതുപോലെയൊക്കെ തന്നെ പോകുകയായിരിക്കും ഇനിയും എന്നും പറഞ്ഞ പ്രേക്ഷകരുമുണ്ട്. എന്തായാലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വന്നത്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.